കോട്ടയം വൈക്കം തോട്ടകത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 പേർ മരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30 മണിയോടെയാണ് അപകടമുണ്ടായത്. ടോബി ജോൺസൺ ടെലിഫോണിൽ ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. ടോബി, പൂച്ചാക്കൽ സ്വദേശി അക്ഷയും അതുപോലെ കുടവച്ചൂർ സ്വദേശി നിതീഷുമാണല്ലോ മരിച്ചത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും ഇവരുടെ 2 പേരുടെയും മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 10:30 ഈ ബൈക്ക് അപകടം ഉണ്ടാകുന്നത്. കുടവച്ചൂരിന് സമീപത്ത് വെച്ചായിരുന്നു. വഴിയിൽ വെച്ച് എറണാകുളം ഭാഗത്തു നിന്ന് വന്ന കാർ വെച്ചൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ആ കാറിലാണ് ഈ ബൈക്കുമായി കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഈ ബൈക്കിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റു. നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഈ ബൈക്കിൽ 3 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരാൾ തോട്ടകം സ്വദേശിയായിട്ട് ഉള്ള ആദിദേവ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി ഈ ബൈക്കിൽ ഉണ്ടായിരുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പരിക്കുകളേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. മൃതദേഹങ്ങൾ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്ത് വഴിവിളക്കൊന്നും ഇല്ലായിരുന്നു എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. താങ്ക് യു. ഒരുപാട് പ്രേക്ഷകർ സുപ്രഭാതം പറയുന്നുണ്ട്, പക്ഷേ ഗുഡ് മോർണിംഗ് ഒന്നും തിരിച്ചു പറയാൻ പറ്റിയ സാഹചര്യമല്ല. ഈ അപകടം ഇങ്ങനെ ഘോഷയാത്ര പോലെ വരികയാണ്. കേരളത്തിൽ നിരത്തുകളിലൊക്കെ ചില പണികളൊക്കെ നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പോലും ഇത്ര കൂടുതൽ റോഡ് അപകടങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജനസംഖ്യ തന്നെ കുറഞ്ഞു വരാനുള്ള സാധ്യത പോലും ഞാൻ കാണുകയാണ്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളുകളും ഒക്കെ തന്നെ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എത്ര വണ്ടി ഓടിച്ച് പോയാലും എതിരെ ഒന്നും സൂക്ഷിക്കാത്ത ഒരു ഡ്രൈവറാണ് വണ്ടി ഓടിച്ച് വരുന്നതെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാകും. അതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നവർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ തന്നെ സഫീഷ്യൻ്റായ സ്റ്റാഫും ആയുധങ്ങളും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇതൊക്കെ എന്നാണ് നമ്മുടെ നാട്ടിൽ ഒരു മാറ്റത്തിന് കാരണമാകുക എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. കാര്യം ഇത്രയും കൂടുതൽ അപകടങ്ങൾ താങ്ങാനുള്ള കരുത്ത് ഈ കൊച്ചു സംസ്ഥാനത്തിന് ഇല്ല എന്നത് പകൽ പോലെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി. ഇത് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നു എന്ന ധാരണയിൽ എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടണ്ട ഇപ്പം തന്നെ.